ശ്രീ വിനു കിരിയത്ത്, ഇവിടെ നമ്മൾ ഈ ഓഡിയോ സംഭാഷണം കേട്ടു, ഒപ്പം ഈ അപർണയുടെ അനുഭവം നമ്മൾ കേട്ടു. ഇങ്ങനെ ഉള്ള ഒരു നടനാണ്. ഇതിപ്പോൾ സിനിമാ ഇൻഡസ്ട്രിയിൽ ഇയാൾ എത്തരക്കാരനാണെന്നും ഇയാളുടെ സ്വഭാവ സവിശേഷതകളുമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ഒരു യോഗത്തിൽ ഫെഫ്ക ഇവളെ വിളിച്ചു വരുത്തുകയും പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തുകയും വിൻസിയെയും ഷൈനെയും നമ്മളൊക്കെ എത്രയോ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ് ഒപ്പം ഇരുത്തി ഒരു മാപ്പ് പറഞ്ഞ് ഈ സംഭവം അങ്ങ് നിർത്തി. ഇയാളെ വെള്ളപൂശുകയാണ്. ഇത് നന്നാക്കിയെടുക്കാം, നന്നാവും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നോ ഇത്? ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരവസരം കൂടെ കൊടുക്കും എന്നല്ല, വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ? ഇയാള് തിരിച്ച്, അതായത് അയാള് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ലഹരി എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാ സംഘടനകളും കൂടെ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അതാണ് ഇപ്പൊ ഇവിടെ ഇഷ്യൂ വന്നത്. കാരണം ഇതൊരു വലിയ വിപത്താണ്. സിനിമയ്ക്ക് മാത്രം ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും ഫെഫ്കയും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇയാൾക്കെതിരെ എന്ത് നടപടി എടുക്കണം തീരുമാനിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസം, തമ്മിൽ തല്ലൊന്നും അല്ലാട്ടെ, ഇതൊരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പല ചർച്ചയിലും പറഞ്ഞു, ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും ശക്തരെന്ന് പറയുന്നത് നിർമ്മാതാക്കൾ തന്നെയാണ്. അവര് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എടുക്കണമെന്ന് ഓരോ നിർമ്മാതാവും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ സംഘടനയ്ക്കും പറ്റില്ല, ഫെഫ്കയ്ക്കും പറ്റില്ല. അപ്പൊ അവര് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അതാണ് അവരെ ചൊടിപ്പിച്ചതും. അവര് പറഞ്ഞത് ഞങ്ങൾ അറിയാതെ ഇത് എന്ത് തീരുമാനം എടുത്തു എന്ന് ചോദിച്ചത് പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നാണ്. അമ്മ എന്ന സംഘടനയ്ക്ക് ഇയാളെ മാറ്റി നിർത്താനും ഈസി ആയിട്ട് പറ്റും, ഒരു ശിക്ഷ എന്നുള്ളതൊക്കെ. എന്നാൽ നിർമ്മാതാക്കൾക്ക് ആജീവനാന്തം വിലക്കല്ല. ഞങ്ങൾ അയാളെ വെച്ച് സിനിമ എടുക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അയാളെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സംഘടനകൾക്ക്, അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഇടപെടാം. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വത പരിഹാരം. ഇപ്പൊ എന്ത് വെച്ചാൽ ഇപ്പോൾ ഇന്റേണൽ കമ്മിറ്റിയുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു വിഷയം, അന്വേഷണം നടക്കുന്ന ഒരു വിഷയം, പ്രൊഡ്യൂസേഴ്സും ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇയാളെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത്. അത് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന്. ഫെഫ്കയ്ക്ക് ഇതിൽ എന്താണ് റോൾ എന്നുള്ള ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോ ഫെഫ്കയിലെ അംഗമല്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം ജോലിയല്ല. അതിനകത്ത് ഒരുപാട് ടെക്നീഷ്യൻസും ഉണ്ട്, സംവിധായകനുണ്ട്, അവരെല്ലാം ടെക്നീഷ്യൻസും, തിരക്കഥാകൃത്തുണ്ട്, ഗാനരചയിതാവുണ്ട്. അവരുടെ സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ സിബിമലയിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞത് കൊണ്ടുണ്ടായ ഇഷ്യൂസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയെങ്കിലും എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ ചേർന്ന് ഇതിനൊരു തീരുമാനമെടുക്കുക. രണ്ടാമതൊരു കുട്ടിയും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനകത്ത് കള്ളമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. വായിൽ നിന്ന് പൊടി വന്ന കാര്യം, അവരുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ രണ്ട് പെൺകുട്ടികൾ പറയുമ്പോൾ പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരിക്കെതിരെ എല്ലാ രംഗത്തു നിന്നും അതിശക്തമായി ഒരു ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, ബോധവൽക്കരണം. ആ സമയത്ത് തീർച്ചയായിട്ടും സിനിമാ ഇൻഡസ്ട്രി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമായിരിക്കണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരുപാട് ചീത്തപ്പേര് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ചീത്തപ്പേരാണ്. കാരണം നമുക്കറിയാമല്ലോ, ഒരു സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു. സിനിമാക്കാരെ മൊത്തം പഴി കേൾക്കുന്നു. ഒരുപാട് നടന്മാർ പഴി കേൾക്കുന്നു. 95% ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ കുറച്ചു പേരാണ് ഈ പ്രശ്നക്കാരെങ്കിൽ അവരെ മാറ്റി നിർത്തണം. അത് തന്നെയാണ് വേണ്ടത്. അല്ല, ഈ അപർണ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്, അതായത് അവർ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് അഭിനയിച്ച ഒരു സ്ത്രീയാണ്. ആദ്യം മുതൽ തന്നെ ഇയാളുടെ ബിഹേവിയർ വല്ലാതെ ഇവരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്നുണ്ട്, എല്ലാ തോതിൽ പെരുമാറുന്നുണ്ട്. ഒരു വാക്ക് ഉപയോഗിച്ചാൽ അതിൽ എല്ലാ വാക്കുകളിലും അവർ ഉപയോഗിക്കുന്ന ലൈംഗിക സ്വരമാണ്. അത്തരത്തിലുള്ള രീതിയാണ് ഇയാൾക്ക്. അപ്പോൾ ഈ ഒരാളെ വെച്ച് മാത്രമല്ല താൻ മലയാള സിനിമയെ അളക്കുന്നത്. അങ്ങനെ 95% ആളുകളും താങ്കൾ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്, നല്ല വേൾഡ് ക്ലാസ് സിനിമകൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയാണ്. അവിടെയാണ് ഇത്തരക്കാർ. അപ്പോൾ ഇത്തരക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ ഉചിതമായ നടപടികൾ സംഘടനകൾ എടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിയമമൊന്നും ഒരു തരത്തിലും ഇവിടെ ശിക്ഷിക്കില്ല. അതിനുള്ള പഴുതുകളൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയാം. അപ്പോൾ ഈ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞ ആളുകളാണ് വിളിച്ചു വരുത്തി അവരെ കോംപ്രമൈസ് ചെയ്ത് വിടിയിക്കുന്നത്. ശ്രീ വിനു കിരിയത്ത്, ഇവിടെ പൊതുവെ പൊതുജനം പറയുന്ന ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എപ്പോഴും ഹീറോസിന്റെ കൂടെയാണ് സംഘടനകൾ എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്.
എന്നാൽ കോ ആർട്ടിസ്റ്റ് അത് പുരുഷനായ പോലെ അവർക്കൊരു ഇഷ്യൂ വന്നാൽ സംഘടനകൾ നിൽക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കംപ്ലൈന്റുകൾ ഇങ്ങനെ കിടക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്നത്. ഉദാഹരണം തന്നെ തിലകൻ ചേട്ടന്റെ ഇഷ്യൂവും ഒക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. അമ്പിളിച്ചേട്ടൻ, സുകുമാരൻ ഇവരെയൊക്കെ ഒരു കാലത്ത് പുറത്താക്കിയതാണ് സംഘടന. എന്നാൽ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും ചോദിക്കുന്നത്. ശ്രീ കല്ലിയൂർ